ടേക്ക് ഇറ്റ് ഈസി രമണി. ആദ്യ ഗർഭം അലസിപ്പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തെ അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറൊന്ന് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. എന്തോ അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ഹലോ, 231 here. ഹലോ ഹലോ. ഹലോ ചന്ദ്രൻ ഹിയർ. എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത്? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. വെറുതെ ബഹളം വെക്കാതെ. മമ്മി അടുത്തെങ്ങനെ ഉണ്ടോ? അടങ്ങിയിരിക്കണ്ട മോളെ. എടാ നായിന്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് പർച്ചേസ് ഉണ്ട്. നാളെ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടും. ഹോട്ടലിൽ കാണാം. ഓക്കെ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ മീറ്റിംഗിന് തിരക്കിലായിരിക്കും. എനിക്ക് കൂടെ പോന്നോ? പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ജാടയൊന്നും വേണ്ട. വെളുപ്പിന് 5 മണിക്ക് ഒരുങ്ങിക്കും. ആ സാരി വേണ്ട, വേറെന്തെങ്കിലും എടുത്തു. ചേട്ടന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്ക് ഇതാ ഇഷ്ടം. എങ്ങനെയുണ്ട്? ദൈവങ്ങളുടെ ഒരു ഭാഗ്യം. നമുക്കവിടെ പോയി അതുപോലെ വയ്ക്കാം. എങ്കിൽ വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ വയ്ക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ തുളസേർ, ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. വിസിയെ കൊണ്ടൊരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാൻ? അല്ല, എന്റെ അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ.